ഏത് അവസ്ഥയിൽ കടന്നു പോയാലും ദൈവത്തെ മറന്ന് ഒരു കാര്യവും ചെയ്യില്ല എന്നൊരു ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമുക്ക് ഒരു സഭ എപ്രകാരം ഒരു പ്രദേശത്ത് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ചില വാക്യങ്ങളും എപ്രകാരമുള്ള വ്യക്തികളാണ് അവിടെ അന്ന കാലത്ത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്നൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അധ്യായത്തിൽ 3 കഥാപാത്രങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ ഒന്നാമത് ലിഡിയ എന്നുള്ള ബിസിനസ് വുമണിനെ കുറിച്ചും, രണ്ടാമത് ഒരു ബാല്യക്കാരത്തി, ഒരു അടിമത്തത്തിലായിരുന്ന ഒരു ബാല്യക്കാരത്തിയും, മൂന്നാമത് കാരാഗ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചതുമായ 3 ദൈവത്തിൻ്റെ വിടുതലും എപ്രകാരം രക്ഷ പ്രാപിച്ച് കർത്താവിനോട് ചേർന്നു അല്ലെങ്കിൽ സ്നാനം സ്വീകരിച്ചു എന്നൊക്കെയുമാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസും ശീലാസും ആ കാരാഗ്രഹ പ്രമാണിയുടെ ആ ജയിലറയിൽ ആയിത്തീർന്നത് എപ്രകാരം എന്നൊക്കെ നമുക്കറിയാവുന്നത് കാര്യമാണല്ലോ. ഈ ബാല്യക്കാരത്തി ഒരു വെളിച്ചപ്പാട് എന്ന നിലയിൽ അവൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗലോസും ശീലാസും ഫിലിപ്പിയ ദേശത്ത് ഒരു സഭ സ്ഥാപിക്കാൻ വേണ്ടി അനേകരുടെ പ്രസംഗം ഈ രക്ഷാമാർഗത്തെക്കുറിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ബാല്യക്കാരത്തി അവരുടെ പിറകെ നടന്ന് അല്ലെങ്കിൽ ഏറെ നാള് ഇവർ കർത്താവിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം ഇവരുടെ കയ്യിലുണ്ടെന്നൊക്കെയും ഒരു വെളിച്ചപ്പാടത്തിൻ്റെ രൂപത്തിൽ ഒക്കെയും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി ഇതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലായി. കർത്താവിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മനസ്സിലാക്കിയ കാര്യമായേക്കാം. പൗലോസ് വളരെ മുഷിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി അവളിലെ ഭൂതത്തെ പുറത്താക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷമാണ് അവളിൽ നിന്നുള്ള ആ ലാഭം ആ യജമാനന്മാർക്ക് നഷ്ടമായെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഈ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കുന്ന ഒരവസ്ഥ. അവിടെ കിടക്കുമ്പോൾ തന്നെയും പലവിധമായ വേദനയിൽ കൂടി പലവിധമായ അവരുടെ പുറമൊക്കെയും അടിക്കുവാനും വളരെയധികം കഷ്ടതയിൽ കൂടെ പീഡയിൽ കൂടെ ആ ജയിൽവാസത്തിൽ അവരനുഭവിക്കാനിടയായി തീർന്നു. പക്ഷേ വളരെയേറെ സ്പർശിച്ച ഒരു വാക്യമാണ് അതിന് 25-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അത്രമാത്രം വേദനകരമായ ഒരു അവസ്ഥയെക്കൂടെ കടന്നുപോയപ്പോഴും അവർ ദൈവത്തിന് കരയിട്ടിൻ്റെ സ്തുതി ബഹുമാനങ്ങൾ കൊടുക്കാൻ മറന്നില്ല എന്നതാണ് അവിടെ കാണുന്നത്. ഒരുപക്ഷെ ദൈവത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാനല്ല അവരവിടെ ദൈവത്തെ പാടി ആരാധിച്ചത്. അവർ സ്ഥിരം ചെയ്തു വന്ന ഒരു പ്രവൃത്തിയാണ്. അവർ ഏത് അവസ്ഥയെക്കൂടെ കടന്നുപോയാലും ദൈവത്തെ മറന്ന് ഒരു കാര്യവും ചെയ്യില്ല എന്നൊരു ഉറപ്പാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അവർ അപ്രകാരം ആ വേദനമായ അവസ്ഥയെക്കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ചപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുകയും ജയിലറുകൾ തുറക്കുകയും ആ പൂട്ടിയിരുന്ന അവസ്ഥയിലൊക്കെ ബന്ധിതരായവരൊക്കെ മോചിതരായി എന്നൊരു അവസ്ഥയിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഉടനെ കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു, അയ്യോ ഇവരെല്ലാം രക്ഷപ്പെട്ട് കാണും എന്ന് വിചാരിച്ച് തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ പൗലോസും ശീലാസും പറയുകയാണ്, ഇല്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ പൗലോസും ശീലാസും ഇപ്രകാരമൊക്കെ സംഭവങ്ങൾ നടന്ന് വിചാരിച്ചേക്കാം കർത്താവ് നമുക്ക് രക്ഷപ്പെടാൻ തന്ന ഒരു മാർഗമാണെന്ന് വിചാരിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഒന്നും വിചാരിക്കാതെ അവരവിടെ തന്നെ നിന്നു. ആ ദൈവസ്നേഹം എന്നുള്ളത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നിമിത്തം കാരാഗ്രഹ പ്രമാണി ഞങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് പറയുന്നതായിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അങ്ങനെ ആ കുടുംബം രക്ഷ പ്രാപിച്ച് ദൈവത്തോട് കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് പിന്നീട് കടന്നു പോകുന്ന അവസ്ഥയൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം ഒരു പകൽ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് ആ അദ്ദേഹത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസും ശീലാസും ഒരുപക്ഷെ ഒരു ഭക്ഷണം കഴിച്ചതായിട്ടൊന്നും അവിടെ നമ്മൾ കാണുന്നില്ല. വളരെയധികം വിശപ്പിലും ഈ അടിയൊക്കെ കൊണ്ട് ദേഹമൊക്കെ മുറിവേൽക്കുന്ന അവസ്ഥയിലാണ് അവർ അന്ന് മൊത്തം ചെലവഴിച്ചത്. പക്ഷേ ഈ ഇവരുടെ രക്ഷ നിമിത്തം അവരെ ഭവനത്തിൽ സ്വീകരിക്കുകയും അവർ മുറിവുകളെയൊക്കെയും കെട്ടി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനാകരമായ സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷെ ഒരു ചെറിയ പനി വന്നാൽ പോലും നമ്മൾ ആരാധനയ്ക്ക് പോകാതെ ഭവനങ്ങളിലിരിക്കുന്നവരായിരിക്കാം നമ്മൾ പലരും. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടിയായി തീരട്ടെ.
എത്ര വേദനകരമായ ഏത് സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും ചിലർ രക്ഷയ്ക്ക് അത് കാരണമായി തീരുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനിടയായി തീരട്ടെ. നമ്മൾ കൂടി ദൈവത്തിൻ്റെ നന്മയുടെ അടയാളം കർത്താവ് വെളിപ്പെടുത്തും. പക്ഷേ അതൊരു പക്ഷേ നമ്മൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എങ്കിലും അതിൽ ഒക്കെയും നമ്മ കഷ്ടതയിലും പാടുവാൻ, സന്തോഷം അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി തീരും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വചനം നിമിത്തം എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ആകയാൽ ഈ വചനങ്ങൾ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ രുചിച്ചറിഞ്ഞുകൊണ്ട് അനേകരെ മാർഗത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ഒക്കെയും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.